വാളമീനിക്കും മയിലമീനിക്കും കല്യാണം. വാളമീനിക്കും അയിലമീനും കെട്ടെങ്കിൽ പിന്നെ എനിക്ക് കെട്ടി പോകും. അതൊന്നൊരു വിലത്തരം. എൻ്റെ കല്യാണം എനിക്ക് വയ്യ, എനിക്ക് കല്യാണം. അയ്യോ. സൗമ്യ എസ്റ്റി വിളിക്കാം. 500 കൊണ്ടുവരും. മണിയമ്മാമൻ. അയ്യോ, മണിയമ്മാമനെ വിളിച്ച് അമ്മ വഴക്കുറയും. മണിയമ്മാമൻ കുടിച്ചുകൊണ്ട് അലുമ്പുണ്ടാക്കും. സുലോചന, അതാണ് എൻ്റെ ആലോചന. വിളിക്കണോ വേണ്ടേന്ന് നോക്കൂ. മീശ എന്തിനാ? അവള് പറഞ്ഞ കല്യാണത്തിന് മീശ എടുക്കായി. എന്തിന്? ഞാൻ സൽമാൻ ഖാനെ പോലെ ഇരിക്കുന്നു. വയറിന് പിടിച്ചില്ലടാ, കണ്ണിന് പിടിക്കുന്നില്ല. അതെന്താ അങ്ങനെ? ഇതെന്തോ കാണിക്കുക? കല്യാണത്തിന് ആൾക്കാരെ വിളിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലേ അവരൊക്കെ ഒന്ന് പൊറോട്ട മുട്ട തിന്നിട്ട് പൈസ തരും. മണ്ടനാണോടാ നീ? പൊട്ടാണോടാ നീ? എടാ, ഈ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ കല്യാണം കുറി അടിച്ച് കല്യാണം വിളിക്കൂ? പിന്നെ കല്യാണം വിളിക്കണ്ടേ? ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചേ സേവ് ദ ഡേറ്റ് ആണ് ട്രെൻഡ്. നിന്റെ പെണ്ണ് പ്രത്യേകം പറഞ്ഞാൽ സേവ് ദ ഡേറ്റിന്റെ കാര്യം. കാണൂല, അവള് വഴക്കുറയും. ഇതല്ല, നീ കാണ്. ഇതെന്താടാ ഇത്? ഇതാണ് സേവ് ദ ഡേറ്റ്. ഇതായിരുന്നല്ലേ സംഭവം? ഇതൊന്നും മോൻ കണ്ടിട്ടില്ലല്ലേ? അപ്പൊ കൊള്ളാം കേട്ടാ. അല്ല, അയ്യോ, കോള് പറഞ്ഞോടാ എനിക്ക്. എടാ, ഫോണൊന്നും എടുത്തോണ്ടോടാ, കോള് പറഞ്ഞോടാ. അവൻ എണീറ്റ് പോയി ഫോൺ എടുക്കാൻ പോയി. അവനാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. നോക്കി, എന്റെ കല്യാണത്തിന് ഇവന് ഞാൻ പൊറോട്ടയ്ക്ക് മുട്ട കൊടുക്കൂല. ഒരു കട്ടക്കാപ്പി വിളിക്കുന്നേ. കട്ടൻ കാപ്പിയാ? പോടാ, അത് കുട്ടാപ്പി. അതെ, എന്റെ പെണ്ണ് കല്യാണം കഴിക്കാൻ പോണേ. കറക്റ്റായിട്ട് എഴുതി വെച്ചോണ്ട് വായിക്കാനും പറ്റി. ഹലോ ഹലോ ഏട്ടായി. ആ കഥകിലെ വിചാരിക്കാത്ത പോയി എണ്ണ ഇട്. പോടാ, അവിടെ ഞാൻ കൊഞ്ചിയത്. ഹലോ ഏട്ടായി, ഇന്ന് നമ്മുടെ സേവ് ദ ഡേറ്റാ. യവന്മാരും പറയണു, നീയും പറയണു. എന്ത് സാധനം അത്? അത് കല്യാണത്തിന് മുന്നേ എടുക്കുന്ന ഒരു സംഭവാ. പിന്നെ സേവ് ദ ഡേറ്റിന് വരുമ്പോഴേ ഉമ്മ വേണോ? വേണ്ടേ? അത് കല്യാണം കഴിഞ്ഞിട്ട് സേവ് ദ ഡേറ്റിന് വരുമ്പോഴേ എന്റെ ഏട്ടായി ബർമുഡയും ടീഷർട്ട് ഇട്ടോണ്ട് വരണേ. അല്ല, അവള് പറഞ്ഞ് മറ്റേ ഇതിന് പോകുമ്പോഴേ ബർമോഡൻ ടീഷർട്ട് ഇടുന്നത്. ഞാൻ പോണ, നീ വരുന്ന? ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണോ? ഇവിടുന്ന് കൊടുക്കാൻ നിന്നെയൊക്കെ രണ്ടുപേരും നോക്കിയോടാ. കഴകന്മാര് കൊത്തിപ്പറിക്കും. നേരം കൊണ്ട് തോടും. നീ എന്തോന്നാണ് അവിടെ കാണിക്കുന്നത്? ചേട്ടാ, ചേട്ടന് ചെറിയ മുണ്ട്, എനിക്ക് വലിയ മുണ്ടും വാങ്ങിച്ചാ. ഇത് ഡബിൾ മുണ്ടല്ലേ? ഡബിൾ മുണ്ടാ? അതുപോലെ അറിഞ്ഞൂടാത്ത മുണ്ട. പക്ഷെ ഭയങ്കര കട്ടി കേട്ടത്. ഇവിടെ നല്ല കടന്ന് വെച്ചാൽ നീ ആറ്റഞ്ഞു കൊണ്ടോ? വേറെ ഇതാണ്. അറ്റഞ്ഞു കൊണ്ടോടാ, സെറ്റ് ആക്കി തരാം. അതൊന്നും ഞാൻ ഇവിടെ രണ്ടറ്റഞ്ഞു ഒരുമിച്ച് കൊണ്ടോടാ. കൊണ്ടുവരാൻ ആവശ്യമില്ലാതെ എന്താ ഇവിടെ പ്രശ്നം? ചേട്ടന് ചെറിയ മുണ്ട്, എനിക്ക് വലിയ മുണ്ട് വാങ്ങിക്കൊണ്ടു. അതിന് നിങ്ങൾ മുണ്ടൊക്കെ കൊടുത്തോടെ പോണ്? സേവ് ദ ഡേറ്റ് ആരുടെ? നമ്മള്. ചെറുക്കനും പെണ്ണും എടുക്കുന്നതാണ് സേവ് ദ ഡേറ്റ്. ഞാനും എന്റെ ഏട്ടായി കൂടെ പൊക്കോളാം. അങ്ങനെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ടുപോകണം. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്നേ. എന്തിനാണ് ഞാൻ ഈ മുണ്ടൊക്കെ വലിച്ചു വരി കയറ്റിയത്? നിങ്ങൾ എല്ലാരും കൂടെ എങ്ങോട്ടാ? നിന്റെ സേവ് ഡേറ്റിന് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അപ്പോൾ ഞങ്ങൾ വരണ്ട. 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 നമ്മളെല്ലാം ഒരു കുടുംബം അല്ലേടി. അച്ഛനടി പറഞ്ഞു കൊണ്ടുപോടി. എല്ലാരും കൂടെ പെട്ടു എങ്ങോട്ട് പോ. പിന്നെ ഒരു കാര്യം, ഈ ഡ്രസ്സ് മാറ്റിയിട്ട് മുണ്ടോ ഷർട്ട് ഇട്ടോണ്ട് എന്റെ കൂടെ വന്നാൽ. ഡ്രസ്സിന് കുഴപ്പം? ഡൈ കുഴപ്പമില്ല, ഡൈ അത് വിഷയമില്ല. മുണ്ട് ഷർട്ട് മാറ്റി. വയസ്സായില്ലേ, ഇച്ചിരി ഓവറാ. തമിഴ്നാട്ടിൽ തണ്ണിമത്തം അങ്ങനെ ഇരിക്കുക. എത്ര സമയം നോക്കി ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു.
റെഡി അയ്യോ ഡയ്യ കുറച്ച് ഓവറാണ്. എടാ ഞാൻ ഡയറ്റ് നിനക്കുണ്ട് എത്ര കടി നമ്മളെല്ലാം ഒരു കുഴിക്കുന്നു. അതിൽ അഭിമാനിക്കണം. അഭിമാനിക്കാം. നിങ്ങൾ തർക്കിയാതെ അവളെ വിളിയാതെ മോളെ പിന്നൊരു കാര്യം, അപ്പച്ചി വരുന്നുണ്ട്. എന്തിനാണ് അപ്പച്ചീനൊക്കെ വിളിച്ചത്? എടി അവള് വന്ന് എന്താ കുഴപ്പം? ഈ തറവാട്ടിൽ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ച് എൻ്റെ പെങ്ങളാണ്. അതുകൊണ്ട് അവൾ വരും. അവൾ വരാതെ നമ്മളൊരു പരിപാടിക്കും പോകത്തില്ല. അപ്പച്ചെ വിളിക്കണ്ട. എന്തിന് അപ്പച്ചെ വിളിക്കണ്ട. അവരെല്ലാത്തിനും കുറ്റം പറഞ്ഞു. എടാ എൻ്റെ സേവയുടെ റൂട്ട് അവളുടെ ഉണ്ട്. ഇവളുടെ സേവയുടെ അവൾ വരണം. അവൾ വന്നില്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഉള്ളവരും പറയും. ഓ ഒന്ന് ആരെങ്കിലും വരട്ടെ, വാ നമുക്ക് ഇറങ്ങാം. അപ്പച്ചെ ഞാൻ പറഞ്ഞില്ല, അവർ ഭയങ്കര കുറ്റമാണ്. ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പഴംപൊരി വേണ്ടേ? ഇത്രയും പേരുണ്ടെങ്കിൽ മനുവിന്റെ എയർ ബസ് പിടിക്കായിരുന്നു. വാ വാ വാ. എന്തൊരു ചൂടാ. അയ്യോ ചീര നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും ചീര ഒന്നും വേണ്ടേ? ടീച്ചറാ ഉച്ചയ്ക്കാണെ ചോറ് കൊടുത്തു വിടാം. ഓ വേണ്ട, അപ്പച്ചി പോന്നു. പെങ്ങളെ നീ നടന്നു വരുന്നേ, വണ്ടി കയറിക്കേ. ഓ ഞാൻ വെയിലൊക്കെ കൊണ്ട് നടന്നെങ്കിൽ പോന്നു. നീ വണ്ടിയെ കയറ്. അതിന് എനിക്കൂടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? അവൾ ഒതുങ്ങിയിരിക്കുള്ളൂ, നീ വണ്ടിയെ കയറ്. എല്ലാവരും ഒതുങ്ങിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞ അച്ഛാ വിളിക്കേണ്ടത്. ഞാൻ അപ്പച്ചി കയറാ അപ്പച്ചി. അപ്പച്ചി എന്താ താമസിച്ചേ? ഓ അപ്പച്ചിക്ക് ഇതേപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ കാറൊന്നും ഇല്ലല്ലോ. വണ്ടി എടുത്ത് പോവാം. എടാ ഫോട്ടോഗ്രാഫർ ഒന്നില്ലടാ. വരുവോടേ. വരുവോടോ? വരുമെന്ന്. യാതൊരു പ്രാന്തായി. എന്താണ് മച്ചാന ഇതുവരെ റെഡി ആയില്ലേ? ഫോട്ടോഗ്രാഫർ. അതെ ബ്രോയാണ് ആള്. ഇതാണ് കോസ്റ്റ്യൂം. എന്റെ ബ്രോ ഈ കോസ്റ്റ്യൂം കിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഷോർട്സ്. എന്റെ പെണ്ണ് പറഞ്ഞല്ല ബെർമൂഡൻ ടീഷർട്ട് ഇട്ടുണ്ട് വരെ. എന്റെ ബ്രോ അതിന്റെ മേലൊരു ഷർട്ടെങ്കിലും ഉണ്ടായിരുന്നെ ഫ്രീക്കായിരുന്നു. അറിയാവോ? ഷർട്ട് ഇല്ലല്ലോ എനിക്ക്. ഷർട്ടൊക്കെ വേണം, എങ്കിലല്ലേ അതിന്റെ ഒരു ഫ്രീക്ക് ലുക്ക് കിട്ടുള്ളൂ. ഇതങ്ങ് ഊരിയാ പോരെ. ഇയാൾ ഫോട്ടോ എടുക്കാൻ വന്നില്ല. ഇയാൾക്ക് തന്നെ ഷർട്ട് ഇത് മതി. ഇതിട്ടോ കറക്റ്റാ. കൊച്ചി പൊളിയാണ്. മൊട്ട കാണിക്കാൻ നിൽക്കരുത്. ഇയാളിപ്പോ എവിടെ നിൽക്കുന്നത്? കൊല്ലത്ത്. പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ തിരക്കി കൊച്ചി പോകുന്നത്? കൊച്ചി ഇടിച്ച് നിന്നെ മൂക്ക് ഞാൻ പൊട്ടിക്കും. ഓടാ നമ്മ പൊളിയാണ്. ഇവന്മാര് കലിപ്പാണ്. കണ്ണിൽ മണ്ണ് വരിട്ടിട്ട് ഇടിക്കും. ആണോ? പൊളിയാണ് ഞാൻ, പൊളിയാണ്. ഫോട്ടോ എടുക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞ ഒരു ഷോട്ട് എടുക്കാം, ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. നിങ്ങളൊന്ന് മാറോ, ബോസിന്റെ ആണ് എടുക്കേണ്ടത്. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. മാറിയില്ല കേട്ടാ, മെനയില്ല, എന്നാലും കുഴപ്പമില്ല. റെഡി ആകുമ്പോ പറഞ്ഞിട്ടാ. ബ്രോ ഒന്ന് ചിരിച്ചോണ്ടൊന്ന് തിരിയോ. ആ സൂപ്പർ. ഇതെന്താണ് ബ്രോ ഇത്? എന്റെ തന്നല്ലേ? ബ്രോയുടെ തന്നല്ല, എന്റെ തന്നായിരിക്കും. നിങ്ങളുടെ തന്നല്ല, ബ്രോയുടെ ഷോട്ട് എടുത്തല്ലേ. അതിങ്ങ എടുത്തേത് ബ്രോയുടെ ഷോട്ട് എടുക്കണ്ടേ ചിരിച്ചോണ്ട് പറഞ്ഞത്. എന്താ ഇത്? ശരിയാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, അതെ ഈ ആംബിയൻസ് ശരിയല്ല. അങ്ങോട്ട് കാണാൻ പോവാ. ആര് ശരിയല്ലെന്ന്? ആംബിയൻസ് അപ്പുറത്തോട്ട് പോയി എടുക്കാം. കുറച്ച് അങ്ങോട്ട്. അതാ നല്ലത്. അതാ പറഞ്ഞത്. നടക്ക്. സ്മൈൽ ബ്രോ, സ്മൈൽ ബ്രോ. എന്റെ പെണ്ണ് വന്ന്.
ഐസ്ക്രീം ഇപ്പൊ പോണ്ടാ ബോൾ ഐസ്ക്രീം ഇല്ലേ? ഓ അയ്യോ എൻ്റെ പെണ്ണ്. ഞാൻ മോക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയതല്ലേ. ഞാൻ അപ്പഴേ അണ്ണനോട് പറഞ്ഞു അവളെ മര്യാദയ്ക്ക് വളർത്തണമെന്ന് കണ്ടോ ഇപ്പൊ. ഞാൻ പറഞ്ഞു അപ്പോഴേ ഇവരെ കൊണ്ടുവരല്ലേ അനുഭവിച്ചോ. അച്ഛനോട് ക്ഷമിക്കും. എടാ അപ്പച്ചി പിന്നെ ആർക്ക് വേണ്ടിയാണോ ഈ ബാഗിൽ പഴംപൊരി വാങ്ങിച്ചോണ്ട് വന്നത്? അപ്പോഴേ പറഞ്ഞു അവരെ കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചില്ലണം. പഴംപൊരി അത് ഉറപ്പിച്ചു. അണ്ണാ അവളെ ഇങ്ങോട്ട് എളുപ്പം വിളിച്ചോണ്ടേ. നമ്മുടെ കുടുംബത്തിൽ ഒറ്റ ഒരാൾ പോലും ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. പോയി വിളിച്ചോണ്ടേ. നമ്മ ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ. നീ ഏതാമാരെ ഭൂതമേ? അണ്ണാ ഇവനേതാണ്? എനിക്കറിയാൻ പാടില്ല. എന്താണ് നീ വന്നപ്പെട്ട ഉണക്കമായത്? ഇതേതാണ് ഈ തള്ളു? നമ്മുടെ അപ്പച്ചി. ആരാണെങ്കിലും ശരി തന്നെ സേവ് ദ ഡേറ്റ് നമ്മ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടേ പോവുള്ളൂ. അറിയാലോ ബ്രോ. മറ്റേ ഇത് ഫോട്ടോ എടുക്കാൻ വന്ന സേവ് ദ ഡേറ്റിന് പൊളിക്കാം. ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. ഞാൻ ടൈം അടിക്കും. ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നേ? ആട്ടിയ ഫോട്ടോ കിട്ടുവോ? ആട്ടാതെ വെച്ചെടുക്ക്. ഇങ്ങനെ ആട്ടുന്ന അല്ല ആട്ടാതെ വെച്ച് നമുക്ക് അറിയാവുന്നല്ലേ. ആട്ടാതെ വെച്ച് നേരെ വെച്ച് ഫോട്ടോ എടുത്ത് നേരെ എടുക്കും. നേരെ വേ. അങ്ങനെ വെച്ചെടുക്കണം. ഓ അവളുടെ താല്പര്യമാണ്. ഇപ്പോൾ നമ്പറൊക്കെ ഇട്ടുണ്ടാവും നമുക്ക്. അതെല്ലാവരും പറയും. തോട്ടിലൊന്ന് കൈവച്ച് കുറച്ച് റൊമാൻറ്റിക്. ആ ഫോണൊന്ന് മേടിക്കോ? നമ്മ പൊടിയാണത്, അതുകൊണ്ടാ. ഇവന്മാരാണ് വഷളാക്കണത്. എന്റെ കൂട്ടുകാരന്മാര് അമ്മരത് പിടിച്ചോണ്ട് പോണു. നിങ്ങള് റൊമാൻറ്റിക്. എടാ നേരെ നില്ലടാ. നേരെയാണ്. എടാ അയ്യോ എടാ കൊച്ചിനെ വെള്ളത്തിൽ തള്ളല്ലേ. എടാ പേത്തലയാ ഞാൻ പറയണേ കേക്കടാ. നീ ടൈറ്റാനിക് വേണ്ട, വേണ്ട വേണ്ടേ? എടാ അതിലേ വെറ.